ഇത് നോക്കണേ, റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്ന് NOIT എക്യൂഡ് എന്ന് എഴുതിയാൽ റെഡ് ഫോർട്ടിനെ എങ്ങനെ എഴുതുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം ഇതിൻ്റെ എന്ത് ലോജിക്കിലാണ് ഈ കോഡ് എഴുതുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ നോക്കിയേ, N ഇവിടെ വരുന്നുണ്ട്, N ആദ്യം വന്നു, O ലാസ്റ്റ് വന്നു, O ഇവിടെ വന്നു, I T നേരെ തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത് അല്ലേ? നേരെ തിരിച്ചെഴുതല്ലേ ചെയ്യുന്നത്? നോക്കട്ടെ, എഡ്യൂക്കേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാം. ഇപ്പോൾ എപ്പോഴും ഒരു ടെക്നിക്കെന്ന് പറയാൻ പറ്റില്ല. ആദ്യം ആ കോഡ് എഴുതുക, അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സാധനം എഴുതണം. ഏത്? NOIT ACUDE ആണ് അല്ലേ? ഇതിപ്പോൾ നോക്കിയേ, ഇതാണ്. ഇതിൽ എന്ത് റിലേഷൻഷിപ്പാണെന്ന് നോക്കണം. നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവിടെ പറ്റില്ലേ? എങ്ങനെ പറ്റും? നോക്കിയേ, N pertain to N, O to O, I to I. ഇതാ കണ്ട, ബാക്കിൽ നിന്ന് മുകളിലേക്കാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? TACUD കണ്ടോ, E അങ്ങനെ ക്രിസ് ക്രോസ് പാറ്റേണിലാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ശരിക്കും എഴുതി സമയം കളയരുത്, ക്വസ്റ്റ്യൻ തന്നെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ റെഡ് ഫോർട്ട് എഴുതാൻ പറ്റും ഇങ്ങനെ, ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ മതി. റെഡ് ഫോർട്ട് T ആദ്യം വരണം അല്ലേ? T ആദ്യം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത എന്ത് വേണം? R വരണം, R 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. O വരണം, O 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. F വരണം, F 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. D വരണം, D വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇതല്ലേ ഉള്ളത്. ഇപ്പോൾ A ആണ് ഉത്തരം. ഈ കോഡ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, എന്താ ലോജിക്ക്? തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതും അങ്ങനെ നോക്കി. അപ്പോൾ ഓപ്ഷനിൽ T 4 നോക്കണ്ട, ഫുൾ കണ്ടുപിടിക്കുകയും വേണ്ട, ഓപ്ഷൻ നോക്കി ചെയ്താൽ മതി. T ആദ്യം വന്നു, രണ്ട് ഓപ്ഷനിലാണ് T ആദ്യം വരുന്നത്. R ആദ്യം വരുന്ന നോക്കി, എല്ലാം വരുന്നത്. അവസാനം D എത്തുന്ന സമയത്ത് ഇവിടെ R ആണ് വരുന്നത്. അതുകൊണ്ട് D ആണ് ഓപ്ഷൻ A ആണ് ഉത്തരം.